എൻ്റെ പേര് ഗ്ലാഡ്വിൻ. എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ കേന്ദ്ര ബഡ്ജറ്റും കേരള ബഡ്ജറ്റും വന്നു നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ബഡ്ജറ്റ് എന്താണെന്നോ രാഷ്ട്രീയബോധം എന്താണെന്നോ അറിയാതെ വളർന്നു വരുന്നൊരു തലമുറയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു 5 വർഷം ഒരു 10 വർഷം കഴിയുമ്പോഴത്തേക്ക് ഈ ഇങ്ങനെ വരുന്നൊരു തലമുറയായിരിക്കും മോസ്റ്റ്ലി ഡോമിനൻ്റ് ആയിട്ട് കാണുന്നത്. അങ്ങനെയുള്ളവരെ ഒന്ന് മാറ്റി ഇത് വരുന്ന തലമുറയ്ക്ക് ഒരു ബോധം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നമ്മുടെ സർക്കാരുകൾക്കോ ഇപ്പോൾ നമ്മുടെ മീഡിയയ്ക്കോ എന്ത് ചെയ്യാൻ കഴിയും? ഇതാണ് എൻ്റെ രാഷ്ട്രീയം എനിക്കതൊരു കൃത്യമായ ഉത്തരവുണ്ട്. എല്ലാ ബാധ്യതയും ഏറ്റെടുക്കാൻ സർക്കാരിന് പറ്റില്ല. കാരണം കേരള വളരെ പേര് കേട്ടതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നുള്ളതിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇൻവോൾവ് ചെയ്യാനുള്ള അവസരമുണ്ട്. നിങ്ങൾ ചെറുപ്പക്കാരത് ഉപയോഗിക്കുന്നില്ല എന്നൊരു വിഷമം മാത്രമാണ്. എല്ലാവർക്കും പറയാൻ എളുപ്പമാണ് സർക്കാരുകളെല്ലാം കറപ്റ്റാണ്. അങ്ങനെയല്ല. നമുക്ക് നമ്മുടേതായ കേരളം ഒരു പൗരത്വ ബോധത്തിൽ വളരെ പിന്നോക്കമാണ്. ബാക്കി എല്ലാം നമ്മൾ വെസ്റ്റേണേഴ്സിൻ്റെ അഡോപ്റ്റ് ചെയ്യും. അവരുടെ ഒരു ഇന്ത്യമാരിലുള്ള ഒരു ഡെമോക്രസിക്ക് ആവശ്യമുള്ള ഒരു റെസ്പോൺസിബിൾ സിറ്റിസൺഷിപ്പിൽ വളരെ മോശമാണ്. എത്ര പേര് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ പോവുകയോ അവിടുത്തെ ഒരു ബഡ്ജറ്റിൽ ഇൻവോൾവ് ചെയ്യുകയോ അതിലൊരു ഒന്നുമില്ല ഒരു ട്രാൻസ്പെറൻസിയോ അക്കൗണ്ടബിലിറ്റിയോ എങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവരാം. അപ്പോൾ ചെറുപ്പക്കാരവിടെ മാറി നിൽക്കുക അല്ല വേണ്ടത്. നിങ്ങൾ അതിന്റെ കൂടെ ഗ്രാമപഞ്ചായത്തിന്റെ മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുള്ള ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? അതിന് സാറേ ഒരു വാക്കുണ്ട്, ഗ്രാമസഭ. അതായത് ഒരു വാർഡിൽ എത്ര വീടുണ്ട് ആ വീട്ടിലെല്ലാം പഞ്ചായത്ത് മെമ്പറും ഓതറൈസ്ഡ് പേഴ്സൺ പോയി കത്ത് കൊടുത്തിട്ടാണ് ഗ്രാമസഭ കൂടുന്നത്. ആ ഗ്രാമസഭയാണ് ആ വാർഡിലെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് തീരുമാനിക്കുന്നത്. പ്രപ്പോസൽ, അതിന് ബജറ്റ് എത്ര വരും, എത്ര തുക വരും, എവിടെ നിന്ന് തുക വരും, അത് തന്നെ. അത് ആ തദ്ദേശം നമുക്കറിയാലോ, ജനകീയാസൂത്രണം നടപ്പാക്കിയ ആദ്യത്തെ സ്റ്റേറ്റ് ആണ്. അപ്പോൾ കുട്ടികളെല്ലാം അവരവരുടെ വാർഡ്, അവരവരുടെ ഗ്രാമം, അവിടുത്തെ വികസനത്തിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ ഇത് പഠിക്കാൻ കഴിയും. പിന്നെ ആദ്യം സ്ഥലത്തിൻ്റെ ഒരു കാര്യം ചോദിച്ചല്ലോ. ഈ ബഡ്ജറ്റിൽ തന്നെ ഒരു നിർദ്ദേശമുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും എല്ലാം പേരിലുള്ള ബൾക്കായിട്ട് കിടക്കുന്ന ഭൂമി, ആ ഭൂമി ഏറ്റെടുത്ത് ഇത്തരത്തിൽ സംരംഭങ്ങൾ തുടങ്ങാൻ വരുന്നവർക്ക് കൊടുക്കാൻ. ഇപ്പോൾ ഈ സ്റ്റുഡിയോ ഇരിക്കുന്നതിൻ്റെ 2 സ്ഥലം, ഒന്ന് തൊട്ടപ്പുറത്ത് HMT ഒരു കാലത്ത് ഏറ്റവും വലിയ സംരംഭമായിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ ജോലി. ആ HMTയുടെ സ്ഥലം എത്രയാണ് കിടക്കുന്നത്? ഇപ്പോൾ ഹൈക്കോടതിയുടെ ബിൽഡിംഗ് തന്നെ മാറ്റാൻ ഉദ്ദേശിക്കുന്നത് HMTയുടെ സ്ഥലത്തിലേക്കാണ്. ഒരു പാർട്ട് സ്ഥലം മതി. അതുപോലെ തന്നെ നമ്മൾ ചുറ്റുപാട് നോക്കിയപ്പോൾ FACT വളനിർമ്മാണത്തിൽ ഒന്നാമതായിരുന്നു. ഇപ്പോൾ അത്തരം വളത്തിൻ്റെ ഇതില്ല, വേണ്ട സ്ഥലമുണ്ട്. അപ്പോൾ ഈ ബജറ്റിൽ തന്നെ അലോക്കേഷൻ ഉള്ളത് സംരംഭം തുടങ്ങാൻ തയ്യാറായി വരുന്നവർക്ക് ഇത്തരത്തിൽ കിടക്കുന്ന സ്ഥലം അലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിയമത്തിലും മറ്റ് സംവിധാനത്തിലുമുള്ള കുറവ് വരുത്താൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും ഇപ്പോൾ വിദ്യാർത്ഥി പ്രതിനിധികൾ ചോദിച്ച പോലെ സംരംഭം തുടങ്ങാൻ തയ്യാറാണോ, ഈ ഗവൺമെൻറ് അതിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം, സാമൂഹ്യ സാഹചര്യം, സാമ്പത്തിക സാഹചര്യം ഒരുക്കും. 1 ലക്ഷം സംരംഭമാണ് കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചത്. എണ്ണി വന്നപ്പോൾ 1,41,000 സംരംഭം ഒറ്റ വർഷം തുടങ്ങി. നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കാര്യം.